ഹായ് ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. സൂപ്പർ കൺമണിയുടെ ഇന്നത്തെ വളരെ രസകരമായ എപ്പിസോഡിന്റെ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ കൺമണിയുടെ ജാതകം എല്ലാം പരിശോധിച്ചിട്ട് ജോത്സ്യൻ പറയുന്നുണ്ട്, ഈ കുട്ടിയുടെ മംഗല്യഭാഗ്യം നടന്നു കഴിഞ്ഞല്ലോ, വിവാഹയോഗം മുമ്പേ തന്നെ കാണുന്നുണ്ട്, കഴുത്തിൽ താലി വീഴേണ്ട സമയവും കഴിഞ്ഞു, വിവാഹം നടന്നിട്ടുണ്ടാവുമല്ലോ എന്നൊക്കെ. എന്നാൽ ശ്രീനിവാസൻ പറയും, ഇല്ല ജോത്സ്യരെ, നിശ്ചയം കഴിഞ്ഞു, അതായിരിക്കും ചിലപ്പോൾ ജാതകത്തിൽ കണ്ടതെന്ന്. പക്ഷേ ജോത്സ്യൻ വീണ്ടും പറയും, വിവാഹയോഗം കഴിഞ്ഞതായിട്ടാണ് കാണുന്നതെന്ന്. ഉടനെ ശ്രീനിവാസൻ പറയുന്നുണ്ട്, കൺമണിയുടെ വരൻ വരുൺ, അവനുമായിട്ടുള്ള കല്യാണം നേരത്തെ നടക്കേണ്ടതായിരുന്നു, പക്ഷേ അതൊന്നും മാറി, ചിലപ്പോൾ അതുകൊണ്ടായിരിക്കും അങ്ങനെ കണ്ടതെന്ന് പറയുന്നുണ്ട്. അങ്ങനെയാകാമെന്ന് ജോത്സ്യനും സമ്മതിക്കുന്നുണ്ട്. ശ്രീനിവാസൻ പിന്നീട് ചോദിക്കുന്നുണ്ട്, അവരുടെ വിവാഹം മുമ്പേ കഴിഞ്ഞെന്ന് വെച്ചാൽ അത്രയും ഉത്തമ പൊരുത്തമാണെന്നല്ലേ അതിന്റെ അർത്ഥമെന്ന്. ജോത്സ്യനും പറയും, നല്ല പൊരുത്തമാണ് കാണുന്നത്. അതിനുശേഷം പക്ഷേ എന്നിങ്ങനെ പറയുമ്പോഴത്തേക്കും ശ്രീനിവാസൻ ആകെ ആദ്യമാവുന്നുണ്ട്. എന്താന്ന് ചോദിക്കുമ്പോൾ, ഇവര് തമ്മിലുള്ള ജീവിതമൊക്കെ സുഖകരമായിരിക്കും, നല്ല സ്നേഹിക്കുന്ന ഭർത്താവായിരിക്കും ഈ ജാതകക്കാരിയുടെ വരൻ, മാത്രമല്ല മകൾ ഒരുപാട് ഉയരങ്ങളിലും എത്തും. ഇതെല്ലാം കേൾക്കുന്ന ശ്രീനിവാസന് ഒത്തിരി സന്തോഷമാവുന്നുണ്ട്. ഭഗവാനോട് നന്ദി പറയുന്നുണ്ട് കേട്ടോ. ശേഷം അമ്പലത്തിൽ ചെന്ന് ദൈവത്തിനോടെന്ന പോലെ പറയുന്നുണ്ട്, മകൾക്ക് ഐശ്വര്യപൂർണമായ ഒരു ദാമ്പത്യം കിട്ടാൻ പോകുന്നതെന്ന് അറിഞ്ഞപ്പോ ഏതൊരച്ഛന്റെ മനസ്സാ നിറയാത്തത്. എന്റെ ജീവിതം സഫലമായി ഭഗവാനെ, സഫലമായി എന്നെല്ലാം പറഞ്ഞ് ഈശ്വരന്റെ മുമ്പിൽ നിന്ന് നന്ദിയോടെ സ്മരിക്കുകയാണ് ശ്രീനിവാസൻ. അതിനുശേഷം കാണിക്കുന്നത് കൃഷ് ഓഫീസിലെത്തുകയാണ്. അപ്പോ സ്റ്റാഫ്സ് എല്ലാം കൃഷിനെ കാണുമ്പോൾ എൻഗേജ്മെന്റ് ഫംഗ്ഷൻ ഒക്കെ വളരെ നന്നായിട്ടുണ്ട് എന്ന് പറയുകയാണ്. കൃഷി ചോദിക്കുന്നുണ്ട്, മിസ് കേരള മത്സരത്തിന്റെ ലോഗോ, അതിന്റെ അപ്ഡേറ്റ്സ് എന്താണെന്ന്. 99% അത് അലിയയ്ക്ക് തന്നെയായിരിക്കും സർ കിട്ടാൻ പോകുന്നതെന്ന് വിദ്യ പറയുമ്പോൾ ഗ്രേറ്റ് എന്ന് പറയുന്നുണ്ട് കൃഷി. തുടർന്ന് ആ ഡ്രീം പ്രോജക്റ്റ് ഇല്ലേ, അവരുടെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും റെസ്പോൺസ് കിട്ടിയോ ചോദിക്കുമ്പോൾ അത് ഹോൾഡ് ചെയ്തിരിക്കുകയാണല്ലോ എന്ന് പറയുന്നുണ്ട് വിദ്യ. അത് കേൾക്കുന്നതും കൃഷ്ണൻ ചിന്തിക്കുന്നുണ്ട് അത് എന്തിനായിരിക്കുമെന്ന്. പിന്നീട് കാണിക്കുന്ന സാഗർ വിദ്യയോടും അതുപോലെ മഹിയോടുമായിട്ട് അവരോട് മാത്രമായിട്ട് ചില കാര്യങ്ങൾ പറയുന്നുണ്ട്. അതോടൊപ്പം കൃഷി ഇതൊരിക്കലും അറിയരുതെന്നും ഓർമ്മപ്പെടുത്തുന്നുണ്ട്. അന്ന് സാഗർ പറഞ്ഞതിനെ പറ്റി വിദ്യ അങ്ങനെ ആലോചിച്ച് നിൽക്കുന്നുണ്ട്. ഉടനെ കൃഷി ചോദിക്കുന്നുണ്ട്, വിദ്യ എന്താ ആലോചിച്ച് നിൽക്കുന്നതെന്ന്. വീണ്ടും ചോദിക്കുന്നുണ്ട്, എന്തിനാണ് അത് ഹോൾഡ് ചെയ്തിരിക്കുന്നതെന്ന്. അപ്പൊ വിദ്യ പറയും, അത് പിന്നെ നമ്മളോട് മത്സരിക്കാൻ പുതിയൊരു കമ്പനി വന്നിട്ടുണ്ട് സർ, PR ഡിസൈൻസ്. ഒരു ബലരാമനാണ് ചെയർമാൻ, അവരും ഈ പ്രോജക്റ്റില് ഇൻവോൾവ് ആയിട്ടുണ്ടെന്ന് അറിയിക്കുകയാണ്. ഇത് കേൾക്കുന്ന കൃഷി, അതേത് ബലരാമൻ എന്ന് ഞെട്ടലോട് ചോദിക്കുമ്പോൾ, ഞങ്ങളും അതാണ് സാർ അന്വേഷിക്കുന്നത്, പക്ഷെ അവരെക്കുറിച്ച് വലിയ സൂചനകളൊന്നും കിട്ടിയിട്ടില്ല, കേരളത്തില് അവരുടെ ആദ്യത്തെ സംരംഭമാണ്. ഉടനെ കൃഷി ആണെങ്കിലും കലിപ്പോടെ ഇത്രയൊക്കെ സംഭവിച്ചിട്ടും അത് എന്തുകൊണ്ട് എന്നെ അറിയിച്ചില്ല, വിദ്യ അത് എന്തുകൊണ്ട് എന്നോട് അറിയിച്ചില്ല എന്നിങ്ങനെ ചോദിക്കുന്നതും വിദ്യയാണെങ്കിൽ ആദ്യം മടിച്ചാണെന്ന് ഒന്നും പറയാതെ നിൽക്കുകയാണ്. പക്ഷെ കൃഷി വിദ്യയെ കൊണ്ട് പറയിപ്പിക്കുകയാണ് അവസാനം. അത് പിന്നെ സാറിനോട് പറയണ്ടെന്ന് പറഞ്ഞിട്ടാണ് മറച്ചു വെച്ചത്. ഇതറിയുന്ന കൃഷി വിദ്യക്ക് നേരെ വീണ്ടും ചൂടാവുന്നുണ്ട്. വിദ്യയെ ഇവിടെ ഡിസൈനിങ് ഹെഡായിട്ട് നിയമിച്ചിരിക്കുന്നതേ MD ആയ എന്നെ നേരിട്ട് റിപ്പോർട്ട് ചെയ്യാനാ. പക്ഷെ വിദ്യ ഇപ്പൊ ചെയ്തിരിക്കുന്ന വലിയ തെറ്റാ. ഇതുപോലെ തുടരാനാണ് വിദ്യയുടെ ഉദ്ദേശമെങ്കിൽ ടെർമിനേഷൻ ലെറ്റർ അടിച്ച് കയ്യിൽ തരും. ചെയർമാനോട് ലോയൽ ആവാം, പക്ഷെ കമ്പനിയുടെ ക്രൈസിസ് MDയിൽ നിന്നും മറച്ചുകൊണ്ടാവരുത്. ഇങ്ങനെയാണെങ്കിൽ വിദ്യ ഇവിടെ തുടരണമെന്നില്ലെന്നും പറയുന്നുണ്ട്. വിദ്യക്കാണെങ്കിലും കൃഷിന്റെ ശകാരം കേട്ട് വല്ലാതെ സങ്കടാവുന്നു. അതിനുശേഷമാണ് കൃഷി ദേവ്ജി തന്റെ കമ്പനിയിൽ വന്നിരിക്കുന്നതായിട്ട് കാണുന്നത്. ദേവ്ജിയെ കാണുന്നതും കൃഷി സന്തോഷത്തോടെ, ദേവ്ജി എപ്പോ വന്നു എന്നൊക്കെ തിരക്കുമ്പോൾ കുറച്ചു നേരമായല്ലോ എന്ന് മറുപടി പറയുന്നുണ്ട് ദേവ്ജി. ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. വീണ്ടും ദേവ്ജി ഓഫീസിലോട്ട് വന്നപ്പോ എന്റെ സന്തോഷം എനിക്ക് പറഞ്ഞറിയിക്കാൻ വയ്യ. കൃഷി അങ്ങനെ പറയുമ്പോൾ ദേവ്ജി ഉടനെ പറയുന്നുണ്ട്, പക്ഷെ പറഞ്ഞറിയിക്കാൻ പറ്റാത്ത സന്തോഷമൊന്നും തന്റെ മനസ്സിലില്ലല്ലോ കൃഷി, എന്തെങ്കിലും വിഷമമുണ്ടോ കൃഷ്ണന്? അതൊന്നുമില്ലെന്ന് പറയുന്നു. ശേഷം ദേവ്ജി പറയുന്നുണ്ട്, PR ഡിസൈൻസിലെ ബലരാമനെ കുറിച്ചാണെങ്കിൽ അതങ്ങ് വിട്ടേര്, ദേവ്ജി ഇതൊക്കെ എങ്ങനെ അറിഞ്ഞു എന്ന് കൃഷി ചിന്തിക്കുമ്പോ ദേവ്ജി പറയുന്നുണ്ട്, ഞാനിത് എങ്ങനെ അറിഞ്ഞു എന്നല്ലേ ചിന്തിക്കുന്നത്, അതവിടെ നിൽക്കട്ടെ, ബലരാമനാണോ തന്റെ വിഷമത്തിന് കാരണം എന്ന് ചോദിക്കുമ്പോ അതെ, മാത്രമല്ല ഇവിടെ ഇങ്ങനെ ഒരു സംഭവം അറിഞ്ഞിട്ട് ഞാൻ അറിഞ്ഞില്ല, അതാണ് കൂടുതൽ വിഷമമായത്. ആ സമയം ദേവ്ജി പറയുന്നുണ്ട്, സാഗർ എന്നെ കാണാൻ വന്നിരുന്നു, സാഗറും വല്ലാതെ വിഷമിച്ചിരിക്കുന്നു. ഇവിടുത്തെ സംഭവങ്ങൾ സാഗർ പറഞ്ഞിട്ടാണ് നിന്നെ ഇവിടെ ആരും അറിയിക്കാതിരുന്നത്. അത് സാഗറിന് നിന്നോടുള്ള സ്നേഹക്കൂടുതലുണ്ടാ മോനെ. എന്റെ വിയർപ്പും നിശ്വാസവും ഒക്കെ വീണ സ്ഥാപനമാണ് അലിക. ഇവിടുത്തെ സുഖത്തിലും സന്തോഷത്തിലും ഞാനും പങ്കാളിയാ. അലികയിലെ ഒരു പ്രശ്നം വന്നോന്നറിഞ്ഞാൽ പഴയ പരിഭവങ്ങളെല്ലാം മാറ്റിവെച്ച് ഞാൻ ഇങ്ങോട്ട് ഓടി വരും. സാഗറിന്റെ ജീവിതത്തിൽ ഇതുവരെ ഇല്ലാത്ത തരത്തിലുള്ള ഒരു ഭയം ഇപ്പൊ വന്നിരിക്കുക. ഡൽഹി പ്രോജക്റ്റിൽ ഒരാൾ കൂടെ വന്നു എന്ന് വെച്ച് ഇങ്ങനെ വിഷമിച്ചാലോ? ഒന്നുമില്ല, 1000 ബലരാമന്മാര് വന്നോട്ടെ. ഈ ഒരു ഇഷ്യൂവിന്റെ പേരിൽ നിങ്ങൾ ആരും വിഷമിക്കരുത്. ഞാൻ നിന്നെ കണ്ടൊന്ന് സമാധാനിപ്പിക്കാനാ വന്നത്. പിന്നെ ഞാൻ വന്ന കാര്യം സാഗറിനോട് പറയും വേണ്ട. ഇല്ല, ഞാൻ പറയില്ലെന്ന് സമ്മതിക്കുന്നുണ്ട് കൃഷും. അതോടൊപ്പം ദേജിയുടെ വാക്കുകൾ കേട്ടപ്പോ എനിക്കൊരു ശക്തി കിട്ടിയെന്നും പറയുന്നു. തുടർന്ന് കൃഷ് എന്തോ ഒരു ചോദ്യം ചോദിക്കാൻ തുടങ്ങുമ്പോഴത്തേക്കും സമയമായില്ലെന്ന് പറഞ്ഞ് ദേവ്ജി കൈമലർത്തുകയാണ്. ഇവിടെ എന്ന് ജോയിൻ ചെയ്യും എന്ന് ചോദിക്കാൻ
വിളിക്കാനല്ലേ നീ വന്നത്? അതിന് സമയമായിട്ടില്ല. എന്നാ പിന്നെ ഞാൻ ഇറങ്ങുന്നു പറഞ്ഞ് കൃഷ്ണനൊരു ഹക്കൊക്കെ കൊടുത്തിട്ട് ദേവ്ജി അവിടെ നിന്ന് ഇറങ്ങി പോവുകയാണ്. അതിനുശേഷം കാണിക്കുന്ന വിദ്യ ആകെ സങ്കടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ കൃഷ്ണ അടുത്തേക്ക് വന്നിട്ട് വിദ്യയോട് സോറി പറയുന്നുണ്ട്. സാരമില്ലെന്ന് പറയുന്നു വിദ്യയും. തുടർന്ന് വിദ്യയോട് കണ്ണു തുടയ്ക്കാനൊക്കെ കൃഷ് പറയുന്നു, എന്റെ സ്റ്റാഫ്സിനോട് ഞാൻ ഇത്രയും റൂഡായിട്ടൊന്നും സംസാരിച്ചിട്ടില്ല, സോറി പറയുന്നുണ്ട് വീണ്ടും. ഈ സമയത്താണ് മാനസ ഇത് കണ്ടുകൊണ്ട് വരുന്നത്. ശേഷം കൃഷ് വിദ്യയോട് പറയുന്നുണ്ട്, ഇത്രയും പ്രധാനപ്പെട്ട ഒരു വിഷയം എന്നെ അറിയിച്ചില്ല എന്ന് കേട്ടപ്പോ എനിക്ക് ഹേർട്ടായി. ഓഫീസ് കാര്യം അത് എന്തായാലും MD ആയ എന്നെ അതൊന്ന് അറിയിച്ചേക്കണം. അതിന് ഉറപ്പ് കൊടുക്കുന്നുണ്ട് വിദ്യ. കൃഷ്ണനാണെങ്കിലും അത് കേട്ട് പിന്നീട് ആശ്വാസമാവുന്നുണ്ട്. കൃഷ്ണ അവിടുന്ന് പോകുന്നുണ്ട്. ശേഷം മാനസ വിദ്യയുടെ അടുത്ത് ചെന്നിട്ട്, വിദ്യ, കൃഷ്ണൻ നിന്നോട് എന്താ പറഞ്ഞത്? ഓഫീസ് കാര്യങ്ങൾ പറഞ്ഞു തന്നു വിദ്യ മറുപടി കൊടുക്കുമ്പോ. എന്ത് ഓഫീസ് കാര്യം? നീ കരയുന്നത് ഞാൻ കണ്ടല്ലോ. കൃഷ്ണൻ നിന്നെ സമാധാനിപ്പിക്കുന്നത് പോലെ എന്തൊക്കെയോ സംസാരിക്കുന്ന പോലെ കേട്ടല്ലോ എന്നൊക്കെ മാനസ സംശയത്തോടെ ചോദിക്കുന്നതും വിദ്യക്ക് ദേഷ്യം വരുന്നുണ്ട്. വിദ്യ പറയുന്നുണ്ട്, മാഡം എന്നെ നീ എന്നൊന്നും വിളിക്കണ്ട, പേര് പറഞ്ഞു സംസാരിച്ചാൽ മതി. ഓക്കെ. എന്നിട്ട് വീണ്ടും മാനസ ചോദിക്കും, കൃഷ് വിദ്യയോട് എന്താ സംസാരിച്ചത്? ഞാൻ പറഞ്ഞില്ലേ ഓഫീസ് കാര്യങ്ങളാ. ഒരു വിഷയത്തെക്കുറിച്ച് ഡിസ്കസ് ചെയ്തപ്പോ എന്നെ വഴക്ക് പറഞ്ഞു. എനിക്കിത് സങ്കടം വന്നു, ഞാൻ കരഞ്ഞുപോയി. എന്നാ മാനസ വീണ്ടും ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്, അങ്ങനെ കരയാൻ മാത്രം എന്ത് കാര്യമുള്ളത്? അതെ, കൃഷ് സാറിനോട് ചോദിച്ചാൽ മതി എന്ന് തിരിച്ചു പറയുന്നുണ്ട് വിദ്യയും. വിദ്യയുടെ ആറ്റിറ്റ്യൂഡ് കാണുമ്പോൾ മാനസക്കാണെങ്കിലും ദേഷ്യം വരുന്നുണ്ട്. നീ ഇങ്ങനെ ദേഷ്യം കാണിച്ച് ഒഴിഞ്ഞു മാറാനൊന്നും നോക്കണ്ട. നോക്ക്, ഞാൻ കുറച്ചു മാസം കൂടെ കഴിഞ്ഞ് MDയുടെ ഭാര്യ. മാനസ ഇത് പറയുമ്പോ അതിന് ഞാനെന്ത് വേണം? തലകുത്തി നിൽക്കണമെന്ന് വിദ്യയും പറയുന്നുണ്ട് തിരിച്ച്. നിൽക്കണമെന്ന് ഞാൻ പറഞ്ഞാലേ നീ നിൽക്കണം. നിന്നെ ഇവിടെ ഒന്ന് പിരിച്ചുവിടണമെന്ന് കൃഷ്ണനോട് പറഞ്ഞാ കൃഷ്ണൻ നിന്നെ പിരിച്ചു വിട്ടിരിക്കും, മൈൻഡ് ഇറ്റ് എന്നൊക്കെ പറഞ്ഞിട്ടാണ് മാനസ പോകുന്നത്. അതിനുശേഷം കൃഷ് വീട്ടിലേക്ക് എത്തുകയാണ്. സാഗറിനോടായിട്ട് നിന്നിട്ട് ചോദിക്കുന്നുണ്ട്, നമ്മുടെ ഡൽഹി പ്രൊജക്ടിന് എന്താ സംഭവിച്ചതെന്ന്. സാഗർ ആദ്യം പറയും, അതിന്റെ പ്രോസസ്സിംഗ് ഒക്കെ നടക്കുമല്ലേ, അത് നടക്കണമല്ലോ. പക്ഷെ ഈ പ്രോജക്റ്റുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും ഡെവലപ്മെന്റ് ഉണ്ടായോ, പ്രത്യേകിച്ച് എന്തെങ്കിലും എന്ന കൃഷിന്റെ ചോദ്യം കേട്ട് സാഗറിന് മനസ്സിലാവുന്നുണ്ട് കൃഷി എല്ലാ കാര്യങ്ങളും അറിഞ്ഞിട്ടാണ് സംസാരിക്കുന്നതെന്ന്. സാഗർ അത് തുറന്നു പറയുകയും ചെയ്യുന്നു. ശേഷം കൃഷി പറയുന്നുണ്ട്, അച്ഛാ, ഞാൻ നമ്മുടെ കമ്പനിയുടെ MD അല്ലേ, നമ്മുടെ കമ്പനിയിൽ നടക്കുന്ന കാര്യങ്ങൾ ഞാൻ അറിയണ്ടേ? നമ്മുടെ ഡൽഹി പ്രോജക്ട് ഹോൾഡ് ആയെന്നും അതൊരു PR ഡിസൈൻസ് കാരണമാണെന്നും എന്നെ അറിയിക്കാഞ്ഞത് എന്താ? ബലരാമൻ എന്ന ആളെ കുറിച്ച് എന്നോടൊന്നും പറയാഞ്ഞത് എന്താ എന്നൊക്കെ കൃഷി ചോദിക്കുമ്പോ, അത് പിന്നെ നിന്റെ സന്തോഷം ഇല്ലാതാക്കണ്ടെന്ന് ഞാൻ കരുതി. എടാ, എൻഗേജ്മെന്റിന്റെ ആഘോഷങ്ങൾക്കിടയിലാണ് എനിക്ക് കോൾ വന്നത്. നീ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മുഹൂർത്തത്തിൽ നിൽക്കുന്നു. നിന്റെ മനസ്സ് ഉലയാൻ പാടില്ലെന്ന് തോന്നുന്നു. ഭാരം മുഴുവൻ 2 ദിവസത്തേക്ക് ഞാൻ തന്നെത്താൻ തന്നെ ചുമക്കാന്ന് കരുതി. നിന്നെ സാവകാശം അറിയിക്കാന്ന് കരുതി. അല്ലാതെ നിന്റെ പൊസിഷൻ മറന്നിട്ടൊന്നുമല്ല. നിന്റെ സന്തോഷം ഇല്ലാതാക്കാൻ എനിക്ക് മനസ്സ് വന്നില്ല. സാഗർ പറയുന്ന കാരണങ്ങൾ കേട്ട് കൃഷ് ആണെങ്കിലും അത് വിശ്വസിക്കുന്നുണ്ട്. എന്നിട്ട് സോറി പറയുന്നുണ്ട്. ഓഫീസിൽ നിന്ന് അപ്രതീക്ഷിതമായ വിവരങ്ങളൊക്കെ അറിഞ്ഞപ്പോ എനിക്കൊരു പ്രയാസം തോന്നി. പിന്നീട് കൃഷി ചോദിക്കുന്നുണ്ട്, ഈ PR ഡിസൈൻസിനെ കുറിച്ച് അച്ഛന് ആദ്യമായിട്ട് കേൾക്കുവാണല്ലോ. ദേവ്ജി കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു, അച്ഛനോട് സംസാരിച്ചെന്നും പറഞ്ഞു. ഈ PR ഡിസൈൻസിന് ഒരു പ്രീ ഹിസ്റ്ററി ഒന്നും കാണുന്നില്ല. അതെ, ചില കമ്പനികൾ ചെറുതായിട്ട് തുടങ്ങും, പിന്നീടാണ് വലിയ പ്രോജക്ടുകൾക്ക് വേണ്ടിയിട്ട് മത്സരിക്കാൻ തുടങ്ങുന്നത്. അലിഗയും അങ്ങനെ ആയിരുന്നല്ലോ. പക്ഷെ ഈ ബൽറാമിന്റെ PR ഡിസൈൻസ് തുടക്കത്തിൽ തന്നെ ഡൽഹി പ്രോജക്ട് പോലെ ഒരു വമ്പൻ പ്രോജക്ടിന് വേണ്ടി മത്സരിക്കാന്ന് വെച്ചാ അതാണ് എനിക്ക് മനസ്സിലാവാത്തത്. അങ്ങനെ സാഗരം പറയുമ്പോ, അത് പോട്ടെ അച്ഛാ, അതിനെക്കുറിച്ച് അച്ഛൻ എന്തായാലും വിഷമിക്കണ്ട. നമ്മൾ കൊടുത്ത ഡിസൈൻസ് ഗംഭീരമല്ലേ, അപ്പൊ നമുക്ക് തന്നെയായിരിക്കും ആ പ്രോജക്ട് കിട്ടാൻ പോകുന്നത് എന്നൊക്കെ പറഞ്ഞ് കൃഷ് സാഗറിനെ ആശ്വസിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട്. അപ്പോഴാണ് വരുൺ വന്നിരിക്കുന്നത് കാണുന്നത്. വരുണിനെ കാണുന്നതും സാഗർ കൺമണിയെ കൊണ്ടുവിടുന്നതും കൊണ്ടുപോകുന്നതും ഒക്കെ ഒരു പതിവായിരിക്കുന്നു അല്ലേ? അല്ല, ഇതുവഴി പോയപ്പോ എന്നൊക്കെ പറഞ്ഞ് വരുൺ ഇങ്ങനെ കള്ളം പറയാൻ പെടാപ്പാട് പെടുന്നു കണ്ടിട്ട് ഉരുണ്ടു മാറിയണ്ട, എനിക്കെല്ലാം അറിയാന്ന് പറയുന്നുണ്ട് സാഗർ. ആ സമയത്തായിരിക്കും കൺമണി അങ്ങോട്ട് വരുന്നത്. തുടർന്ന് കൃഷി സാഗർ ചോദിക്കുന്നുണ്ട് താലികെട്ടൽ ചടങ്ങ് എന്നാണെന്ന്. ആ സമയം കൃഷും അതുപോലെ കൺമണി ഇങ്ങനെ പരസ്പരം മുഖത്തോട് മുഖം നോക്കുന്നുണ്ട് പേടിയോടെ. താലികെട്ടൽ ചടങ്ങ് ഉടനെ ഉണ്ടാവുമെന്ന് വരുൺ മറുപടി കൊടുക്കുന്നുണ്ട് സാഗറിന്. പിന്നീട് കൺമണി വരുണിന്റെ ബൈക്കിൽ കയറി അവർ രണ്ടുപേരും പോകുന്നുണ്ട്. അവർ പോയി കഴിഞ്ഞതും സാഗർ കൃഷ്ണനോട് ചോദിക്കുന്നുണ്ട്, നീ എന്താ വരുണിനോടൊന്നും സംസാരിക്കായിരുന്നെന്ന്. ഒന്നുമില്ലെന്ന് മാത്രം മറുപടി കൊടുക്കുകയാണ് കൃഷ്. പിന്നീട് വരുൺ കൺമണിയെ ഡ്രോപ്പ് ചെയ്യാനായിട്ട് വീട്ടിലെത്തുമ്പോഴായിരിക്കും ശ്രീനി സന്തോഷത്തോടെ വന്നിട്ട് കൺമണിയോട് നീ ആ കാര്യം പറഞ്ഞോന്ന് വരുണിനോട് ചോദിക്കുന്നത്. ഇല്ലെന്ന് പറയുന്നുണ്ട് വരുൺ. ഒരു സസ്പെൻസ് ഉണ്ടെന്ന് മാത്രമേ ഞാൻ പറഞ്ഞുള്ളൂ എന്ന് പറയുകയാണ്. ഉടനെ കൺമണി ചോദിക്കുന്നുണ്ട്, എന്താ സസ്പെൻസ്? വരുൺ തന്നെയാണ് കൺമണിയോട് ആ കാര്യം പറയുന്നത്. കൺമണി, നമ്മുടെ വിവാഹ തീയതി നിശ്ചയിച്ചു. അത് കേട്ടിട്ടും കൺമണിക്ക് ഒരു സന്തോഷമില്ലാത്ത പോലെയാണ് നിൽക്കുന്നത്. വരുണാണെങ്കിലും ചോദിക്കുന്നുണ്ട് അതെന്തുകൊണ്ടാണെന്ന്. പക്ഷെ കൺമണി പറയും നല്ല സന്തോഷമുണ്ടെന്ന്. തുടർന്ന് വരുൺ പറയുന്നുണ്ട്, അച്ഛനാണ് ജോത്സ്യനെ പോയി കണ്ടത്, നമ്മുടെ ജാതകങ്ങൾ തമ്മിൽ നല്ല ചേർച്ചയുണ്ടെന്ന്. ശ്രീനിവാസൻ പറയും ചിങ്ങം 15-നാണ് കല്യാണം. പിന്നെ നിങ്ങളുടെ പൊരുത്തത്തിന്റെ ഫലമായിട്ട് ഒരു കാര്യം കൂടെ ജോത്സ്യൻ പറഞ്ഞു, നിന്റെ കല്യാണം നേരത്തെ കഴിഞ്ഞുവെന്ന്. അത് കേൾക്കുന്നതും
കൺമണി ശരിക്കും വല്ലാതാവുന്നുണ്ട്. അതോടൊപ്പം ശ്രീനിവാസൻ പറയുന്നുണ്ട്, ജോത്സ്യൻ എന്താ അങ്ങനെ പറഞ്ഞു എന്ന് വെച്ചാല് നേരത്തെ തന്നെ ദൈവം നിനക്കൊരാളെ കണ്ടെത്തിയിട്ടുണ്ടെന്ന്. എന്ന് വെച്ചാ വരുണിനെ നേരത്തെ തന്നെ നിന്റെ ഭർത്താവായിട്ട് തീരുമാനിച്ചു എന്ന്. അങ്ങനെയാ ജോത്സ്യൻ പറഞ്ഞതിന്റെ അർത്ഥം കേട്ടോ. വീട്ടില് കല്യാണ ഒരുക്കങ്ങളൊക്കെ തുടങ്ങിക്കഴിഞ്ഞു എന്ന് വരും പറഞ്ഞപ്പോ ഞങ്ങളും പെട്ടെന്ന് തുടങ്ങും അല്ലേ മോളെന്ന് ചോദിക്കുകയാണ് കൺമണിയോട് ശ്രീനി. കൺമണി വരുണോട് ഞാനൊന്ന് ഫ്രഷ് ആയിട്ട് വരാം എന്ന് പറഞ്ഞ് അകത്തേക്ക് പോവാണ്. പിന്നീട് കൺമണി ആലോചിക്കുന്നുണ്ട്, വിവാഹം കഴിഞ്ഞതാണെന്ന് അച്ഛനോട് ജോത്സ്യൻ പറഞ്ഞത് എന്തർത്ഥത്തിലായിരിക്കും? അമ്പലത്തിൽ വെച്ച് സ്വാമി പറഞ്ഞത് സത്യമാണോ, അതോ ഈ കേൾക്കുന്നതിലൊക്കെ ഞാൻ അർത്ഥം കണ്ടുപിടിക്കുന്നതാണോ? അലികയിലേക്ക് വീണ്ടും ജോലിക്ക് പോയതാണോ ജീവിതം മാറ്റിമറിച്ചത്? ഒന്നിനും ഒരു ഉത്തരവും കിട്ടുന്നില്ലല്ലോ എന്നെല്ലാം മനസ്സിൽ പറയുകയാണ് കൺമണി. അതേസമയം മഹീബ് കൃഷ്ണനെ ഉപദേശിക്കുന്നുണ്ട്, ഒട്ടും ടെൻഷൻ ആവണ്ടെന്ന് സാഗർ സാറോട് നീ ഒന്ന് പറ. ഒന്നാമത് പല ബിസിനസ്സുകളിൽ ഒന്നായിട്ടാണ് ഈ പറയുന്ന ബലരാമൻ PR ഡിസൈൻസ് തുടങ്ങുന്നത്. കയ്യിൽ നിൽക്കത്തില്ല എന്ന് കണ്ടു കഴിഞ്ഞാൽ അടച്ചുപൂട്ടി പോവും. അതുമല്ല, ഒരു കമ്പനി തുടങ്ങിയെന്ന് വെച്ചിട്ട് വല്ല കാര്യമുണ്ടോ? കഴിവുള്ള ഡിസൈനേഴ്സിനെ കിട്ടണ്ടേ? നല്ല ഡിസൈനേഴ്സ് മുഴുവൻ അലികയിലല്ലേ? അതുകൊണ്ട് വിഷമിക്കേണ്ടെന്ന് പറയുന്നുണ്ട് കൃഷിനോട്. പക്ഷേ കൃഷി പറയും, അച്ഛൻ പക്ഷെ ആകെ ഡിസ്റ്റർബ്ഡ് ആണ്. അത് കേൾക്കുന്ന മഹി, എനിക്കും അതാണ് മനസ്സിലാവാത്തത്. മറ്റൊരു ഇഷ്യൂവിനും കൊടുക്കാത്ത പ്രാധാന്യമാണ് സാറ് ഇതിന് കൊടുക്കുന്നത്. തുടർന്ന് കൃഷി മഹിക്ക് ഒരു ടാസ്ക് കൊടുക്കുന്നുണ്ട്. വേറൊന്നുമല്ല, PR ഡിസൈൻസിന്റെ കേരളത്തിലെ ഇൻചാർജ് ആർക്കാണെന്ന് നീ ഒന്ന് സെർച്ച് ചെയ്ത് കണ്ടുപിടിക്കുക. കാര്യങ്ങളൊക്കെ ഒന്ന് അറിയാൻ വേണ്ടിയിട്ടാ. അത് ഞാൻ ഏറ്റവും സമ്മതിക്കുന്നുണ്ട് മഹി. പിന്നീട് കാണിക്കുന്ന മനോജ് വീട്ടിലെല്ലാവർക്കും പുതിയ ഡ്രസ്സൊക്കെ എടുത്തുകൊണ്ട് വരികയാണ്. ഇത് കാണുന്ന ധനലക്ഷ്മി പറയുന്നുണ്ട്, മനോജേട്ടാ ഇവിടെ കാശിന് 100 കൂട്ട് അത്യാവശ്യങ്ങളുണ്ട്. എല്ലാവർക്കും ഇങ്ങനെ തുണിയൊക്കെ എടുത്ത് പൈസ വെറുതെ കളയുന്നതെന്ന് പറയുമ്പോ ഇതൊക്കെ ഒരു സന്തോഷമല്ലേ ലക്ഷ്മി? പിന്നെ BR ഗ്രൂപ്പിന്റെ കേരളത്തിലെ ഇൻചാർജാണ് ഈ മനോജ്. ഇപ്പോ അപ്പോയിന്റ്മെന്റ് ഓർഡർ കിട്ടി, നാളെ തന്നെ ചാർജ് എടുക്കണമെന്ന് അറിയിക്കുമ്പോ കൺമണിക്കൊക്കെ അത് കേട്ട് ഒരുപാട് സന്തോഷമാവുന്നുണ്ട്. കൺമണി കെട്ടി പിടിച്ചുകൊണ്ട് മനോജിന് കൺഗ്രാറ്റ്സ് ഒക്കെ പറയുന്നു.